പാഷൻ ആൻഡ് വർക്ക്. നിങ്ങളുടെ പാഷനാണ് നിങ്ങളുടെ വർക്ക് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടോ? അത് പലപ്പോഴും ശരിയാകാറില്ല. അൺലെസ് ആൻഡ് അൺടിൽ ഇഫ് യു ആർ എ സിംഗർ ഓർ എൻ ആർട്ടിസ്റ്റ്, അങ്ങനെ ആ പ്രൊഫഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നവരായിരിക്കും കൂടുതലും അത് എൻജോയ് ചെയ്യുന്നുണ്ടാവുക. ചില സമയങ്ങളിൽ ശ്രദ്ധിച്ചിട്ടില്ലേ, നന്നായി പാടുന്ന ആളുകളുണ്ട്. മേ ബി ദേ ആർ ജസ്റ്റ് ഡൂയിങ് സാധാരണ ജോലികൾ, കാർപ്പൻ്റർ അല്ലെങ്കിൽ വീട്ടുജോലി ചെയ്യുന്ന സ്ത്രീകൾ, അവരെല്ലാം നന്നായി പാടുന്നതെല്ലാം കേട്ടിട്ടില്ലേ? അപ്പോൾ അവരെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ആ ജോലിയുടെ ഇടയ്ക്ക് തന്നെ പാട്ടൊക്കെ പാടി സന്തോഷത്തോടു കൂടി നടക്കും അല്ലേ? കാരണം എല്ലാവർക്കും ആ പ്ലാറ്റ്ഫോം കിട്ടില്ലല്ലോ. ഇപ്പോൾ ആർട്ടിസ്റ്റിനാണെങ്കിലും അല്ലെങ്കിൽ പാട്ട് പാടുന്നവർക്കാണെങ്കിലും എപ്പോഴും ആ ഒരു ഉയർന്ന പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു ഉയർന്ന സ്റ്റേജ് ആരെങ്കിലും നമുക്ക് കൊണ്ട് തരില്ല സംടൈംസ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ കഴിവുകളൊക്കെ ഉള്ളവർ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റഗ്രാം പേജോ ഒക്കെ തുടങ്ങിയിട്ട് അതിലൊരു കാരോസലൊക്കെ ഇട്ട് അല്ലെങ്കിൽ അതിലിങ്ങനെ പാട്ടൊക്കെ പാടി ഇട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ നോട്ട് ചെയ്താലോ? ഇല്ലേ? അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടില്ലേ? ഒന്നും ചെയ്യാതിരുന്നിട്ടോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. വൈ? നമുക്ക് സെൽഫ് പബ്ലിഷ് ചെയ്യാൻ പറ്റില്ലേ ബുക്ക്? ഞാൻ ചെയ്ത പോലെ ഞാൻ എൻ്റെ ബുക്ക് സെൽഫ് പബ്ലിഷ് അല്ലേ ചെയ്തത്. ഇതെല്ലാം വന്നിട്ട് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ആഗ്രഹങ്ങളാണ്. അപ്പോൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇപ്പോൾ അതുപോലെ ഇരുന്നിട്ട് എനിക്കൊരു ബുക്ക് എഴുതണം, സ്റ്റാർട്ട് നൗ, സ്റ്റാർട്ട് ടുഡേ. ഒരു പേജ് വെച്ച് എല്ലാ ദിവസവും എഴുതൂ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുപോലെ പാട്ട് പാടുന്നവർ ഇന്ന് തന്നെ തുടങ്ങൂ ഒരു യൂട്യൂബ് ചാനൽ, എന്തെങ്കിലും ക്ലിക്കാവുന്നേ. ഓക്കെ? ഒന്നും ചെയ്യാതിരുന്നാൽ ഒരു കാര്യമില്ല. വൺ സ്റ്റെപ്പ് അറ്റ് എ ടൈം. ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് വെച്ചാലല്ലേ അടുത്ത സ്റ്റെപ്പ് വയ്ക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നിന്നെടുത്ത് നിന്നാൽ എങ്ങനെയാണ്? ശരിയല്ലേ? കമൻറ്റ്.